നമ്മുടെ CPIM-ന്റെ താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങൾ 15-ാം തീയതി മുതൽ ആരംഭിക്കാം. $35,179 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആരംഭിക്കുന്നത്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ 5,27,174 പാർട്ടി അംഗങ്ങളാണ് പങ്കെടുക്കുക. ആകെ ലോക്കൽ സമ്മേളനങ്ങൾ 2,273 ഏരിയ സമ്മേളനങ്ങൾ 209. സമ്മേളനങ്ങളുടെ ഷെഡ്യൂൾ നമ്മൾ നേരത്തെ അറിയിച്ചതാണ്. മാർച്ച് മാസം ആദ്യ ദിവസങ്ങളിലായിട്ട് സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ചേരും. പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേരും. നമ്മുടെ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ സമ്മേളനങ്ങൾ അതിനു മുമ്പായിട്ട് പൂർത്തീകരിക്കും. ഇവിടെ CPIM-ന്റെ ഉയർന്ന ജനാധിപത്യ ഉള്ളടക്കത്തെയാണ് ഈ സമ്മേളനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. എല്ലാ തലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വ നിരയാണ് CPIM-നുണ്ടാവുക. ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വ നിര. അതാണ് CPIM-ന്റെ ഉൾപാർട്ടി ജനാധിപത്യം. ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ DCC പ്രസിഡന്റുമാരുടെ നിയമനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വലിയ സംഘർഷങ്ങളാണ് ആ DCC പ്രസിഡന്റുമാരെ നിയമിക്കുന്നത് സംബന്ധിച്ചുണ്ടായത്. കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുക്കുന്ന DCC ഭാരവാഹികളല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനം പോലെ നിയമന ഉത്തരവ് വഴി നിശ്ചയിക്കപ്പെട്ട DCC പ്രസിഡന്റുമാരാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തർക്കങ്ങൾ, നിയമനത്തിൻ്റെ ഭാഗമായി തന്നെ വലിയ തർക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. ഗ്രൂപ്പ് സമവാക്യങ്ങൾ സമ്പൂർണമായില്ല എന്നുള്ള നിലയിലുള്ള തർക്കങ്ങളായിരുന്നു അത്. കോൺഗ്രസിൻ്റെ ജനാധിപത്യ ഉള്ളടക്കത്തെ പരിരക്ഷിക്കാനോ ഉൾപാർട്ടി ജനാധിപത്യം എന്ന അവകാശത്തെ നേടിയെടുക്കാനോ വേണ്ടിയുള്ള തർക്കങ്ങളല്ല കോൺഗ്രസിൽ നടന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകളെ നിയമിക്കുമെന്നാണ് KPCC പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിചിത്രമായ കാര്യങ്ങളാണ് കേൾക്കുന്നത്. കോൺഗ്രസിൽ കുറേ ആളുകളെ നിയമിക്കാൻ പോവുകയാണ് താഴെത്തട്ടിൽ. ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടിയിൽ എങ്ങനെയാണ് ആ നിയമനം നടത്തുക എന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാത്ത കോൺഗ്രസ് പാർട്ടി കുറെ ഉദ്യോഗസ്ഥന്മാരെ താഴെത്തട്ടിൽ തിരഞ്ഞെടുത്ത് അവർക്ക് നിയമനം നൽകി അവർക്കൊരു പുതിയ പേരിടും എന്നാണ് ഇപ്പോൾ KPCC DCC പ്രസിഡന്റുമാരുടെ നേതൃത്വ യോഗത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ.
ദേശീയ പാർട്ടിയായ കോൺഗ്രസിൽ ഈ നിയമനമുണ്ടോ? താഴെത്തട്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക പദവിയിൽ ആളുകളെ നിയമിക്കുന്നുണ്ട്. സെമി കാഡർ എന്നാണ് ആ പദവിയുടെ പേരായിട്ട് ഇപ്പോൾ കേട്ടത്. ഒരു ദേശീയ പാർട്ടിക്ക് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ഒരു സംവിധാനം എങ്ങനെയാണ് കേരളത്തിലുണ്ടാക്കുക? ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഗ്രൂപ്പ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിയമനങ്ങളാണ് നടത്താൻ പോകുന്നത് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിചിത്രമായ കാര്യങ്ങളാണ് പുതിയ KPCC ഇപ്പോൾ പ്രഖ്യാപിച്ചത്. പഞ്ചായത്തുകളിലേക്കും സഹകരണ ബാങ്കുകളിലേക്കും മത്സരിക്കുന്ന ആളുകൾക്ക് നിശ്ചിത കാലാവധി ഉണ്ടാവും. ഈ ഗ്രൂപ്പ് നേതാക്കന്മാരെല്ലാം പ്രവർത്തിക്കുന്നത് നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെയാണ്. അവിടെയാണ് അവർ മത്സരിക്കുന്നതും അവിടെയാണ് അവർ പ്രധാനമായും പ്രവർത്തിക്കുന്നത്. എല്ലാ കാലത്തും ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ നിലനിർത്തുന്നവരാണിവർ. ആജീവനാന്തമായിട്ടാണ് ഈ സ്ഥാനങ്ങൾ ഈ നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നത്. നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് മാറ്റമില്ല. താഴെ പഞ്ചായത്തുകളിലും സഹകരണ സ്ഥാപനങ്ങളിലുമാണ് കാലാവധി. ഇത് എത്രത്തോളം കോൺഗ്രസിൽ നടപ്പിലാകുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇത് നടക്കും എന്നുള്ള നിലയ്ക്കല്ല ഞാനത് പറയുന്നത്. സമൂഹത്തിൻ്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്ന തീരുമാനങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പറയേണ്ടി വരുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങൾ കേട്ടു. ആ കൂട്ടത്തിൽ ഒന്ന്, ഒറ്റയ്ക്ക് ഫ്ലക്സ് വെക്കരുത് എന്നുള്ളതാണ്. ഫ്ലക്സ് വെക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കാവരുത്, ഒരാളുടെ ചിത്രം മാത്രമായിട്ട് വെക്കരുത്. വളരെ വിചിത്രമാണ് ഇത്. കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ നയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളതാണ് പ്രധാനം. വലിയ തോതിൽ ആസ്തികൾ വിൽക്കപ്പെടുന്ന കേന്ദ്ര നയമുണ്ട് ഇവിടെ. ജനങ്ങളെ വർഗീയമായി ചേർന്നിരിക്കുന്ന BJP നിലപാടുണ്ട്. BJP വലിയ തോതിൽ ഫാസിസ്റ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ CPIM 13-ാം തീയതി കേരളത്തിൽ ത്രിപുര ഐക്യദാർഢ്യ ദിനം ആചരിക്കുകയാണ്. അതിൻ്റെ കാരണം ത്രിപുരയിൽ BJP പോലീസ് പിന്തുണയോടുകൂടി CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായ മണിക് സർക്കാരിനെ കായികമായി ആക്രമിച്ചു. നിരവധി CPIM ഓഫീസുകൾ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. CPIM-ൻ്റെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനാണ് അവിടെ BJP ഗവൺമെൻറ് പിന്തുണയോടുകൂടി ശ്രമിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന BJP ദേശീയ തലത്തിൽ നമ്മുടെ പൊതു ആസ്തികൾ വിറ്റ് കൂടുതൽ സ്വകാര്യവൽക്കരണം നടത്തുന്ന, കോർപ്പറേറ്റ് വൽക്കരണം നടത്തുന്ന BJP തീവ്ര വർഗീയത വലിയ തോതിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഗവൺമെൻറ് സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ പിന്തുണയോടുകൂടി പ്രാവർത്തികമാക്കുന്ന BJP അതിനെ കേരളത്തിൽ വേണ്ടത്ര എതിർക്കുന്നുണ്ടോ ഈ കോൺഗ്രസ്? മുഖ്യശത്രുവായി സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ജനാധിപത്യമില്ലായ്മ ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നു എന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത്. നമ്മുടെ സംസ്ഥാനത്ത് ആ പാർട്ടി അതിൻ്റെ CPM വിരുദ്ധ നിലപാടുകൾ തുടരാനും വ്യത്യസ്ത വർഗീയതകളുമായുള്ള അതിൻ്റെ കൂട്ടുകെട്ട് ശക്തിപ്പെടുത്താനും തന്നെയാണ്
മുന്നോട്ട് പോകുന്നു. CPIM ഈ സന്ദർഭത്തിൽ സംഘപരിവാറിൻ്റെ എല്ലാ തെറ്റായ നിലപാടുകളെയും തുറന്നു കാണിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് വേഗതയേറിയ വാക്സിനേഷൻ എന്ന ജനങ്ങളുടെ ആവശ്യം, അതോടൊപ്പം തന്നെ ഈ പൊതുമുതലുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനകീയ മുന്നേറ്റം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കാനും സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും താഴെത്തട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന് നേരെ ഈ പുതിയ നയങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ ലഘൂകരിക്കാനുമാണ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമം നടത്തുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷവും BJPയും ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തുന്നത്. ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്താനാണ്, സമൂഹത്തിൽ പൊതുബോധം സൃഷ്ടിക്കാനാണ് CPIM അതിൻ്റെ സമ്മേളനങ്ങളെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഓരോ അനുഭവവും സംഘടനാപരവും രാഷ്ട്രീയവുമായ പാർട്ടി നിലപാടുകൾ പ്രാവർത്തികമാക്കിയതിൻ്റെ അനുഭവങ്ങളും ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അല്ല, സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മാറിയ അഭിരുചികളെ, ജനങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുക. CPIM സംബന്ധിച്ച് നല്ലൊരു ചർച്ച തന്നെ നടത്തുകയുണ്ടായി. ഈ കഴിഞ്ഞ CPIM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പൊതു കാഴ്ചപ്പാട് ഈ പുതിയ ഗവൺമെൻറ് കേരളത്തിൻ്റെ നാനാ മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാൻ പാർട്ടിയുടേതായ മേഖലയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയത് കേരളത്തിലെ യുവതലമുറക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക. അതിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മികവുണ്ടാക്കുക. അതോടൊപ്പം തൊഴിൽ നൈപുണ്യം അഭ്യസ്ത വിദ്യർക്ക് നൽകുക. ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മികച്ച മാനവ വിഭവശേഷി ഉള്ളവരായി കേരളത്തിലെ പുതിയ തലമുറയെ മാറ്റാനുമുള്ള ഒരു പരിശ്രമമാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ കേന്ദ്രം നടപ്പിലാക്കുന്ന നയങ്ങളുടെ ഭാഗമായി വളരെ താഴെത്തട്ടിൽ ജനങ്ങളുടെ ദാരിദ്ര്യം വർദ്ധിക്കാനിടയുണ്ട്. അവരെ പരിരക്ഷിക്കാനുള്ള നടപടികൾ കൂടി നമുക്ക് സ്വീകരിക്കാനാവും. അതിന് കൂടുതൽ മൂലധനം കേരളത്തിലേക്ക് വരണം. ആ കൂടുതൽ മൂലധനം കേരളത്തിലേക്ക് വരാൻ അടിസ്ഥാന സൗകര്യം ഏറ്റവും മികവുറ്റതാണ്. രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിനായി കൂടുതൽ നിക്ഷേപത്തെ ആകർഷിക്കാനുള്ള പ്രവർത്തനം കൂടി നടത്തണം എന്നുള്ളതാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത്. അതിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെ നിലപാട്.
അല്ല, തിരഞ്ഞെടുക്കപ്പെടുക എന്നത് പാർട്ടി ഭരണഘടനയിൽ നമ്മൾ ഈ സമ്മേളനങ്ങളെ സംബന്ധിച്ചുള്ള പൊതു നിർദ്ദേശങ്ങളുണ്ട്. ഈ കമ്മിറ്റികളിലേക്ക് ആളുകളെ എടുക്കുന്നത് സംബന്ധിച്ചുള്ള പൊതു മാനദണ്ഡങ്ങളും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രാതിനിധ്യം പാർട്ടിക്കകത്തുണ്ടാവും. അതുപോലെ തന്നെ വനിതകൾ, യുവാക്കൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, ജനവിഭാഗങ്ങൾ, അവരുടെ പ്രാതിനിധ്യം വിവിധ പാർട്ടി കമ്മിറ്റികളിലുണ്ടാകും. ആ നിലയിലാണ് അതിനെ നമ്മൾ കാണുന്നത്. പാർട്ടിക്കകത്ത് മികച്ച പാർട്ടി പ്രവർത്തകന്മാരെയാണ് നമ്മൾ ഇന്ന് ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്, കമ്മിറ്റി അംഗങ്ങളായിട്ട്. അല്ല, പാർട്ടി ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ വിവിധ സാമൂഹിക ഘടകങ്ങളുണ്ട്. അവരുടെ എല്ലാം പ്രാതിനിധ്യം പാർട്ടിയിലുണ്ടാവുക എന്നുള്ളതാണ്. പാർട്ടി അടിസ്ഥാനപരമായി വർഗപരമായ ഉള്ളടക്കമുള്ള ഒരു പാർട്ടിയാണ്. വർഗപരമായ ഉള്ളടക്കമുള്ള ഒരു പാർട്ടി ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങളെ വിശകലനം ചെയ്യുക. അപ്പോൾ പാർട്ടിയുടെ വർഗപരമായ ഉള്ളടക്കത്തിനാണ് എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. തൊഴിലാളി വർഗ പാർട്ടിയുടെ സംഘടനാ രീതികൾ അക്കാര്യത്തിലുണ്ട്. അത് നമ്മളെപ്പോഴും പരിഗണിക്കണം. അതേസമയം പുതിയ തലമുറയ്ക്ക് അർഹമായ പങ്കാളിത്തം പാർട്ടി നൽകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശ്രമം നടത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ത്രീപക്ഷ സമീപനം എന്നതും അതിപ്രധാനമാണ്. അതിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കുക. ആ നിലപാടാണ്. പോളിറ്റ് ബ്യൂറോയിലല്ല, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് കുറെ കൂടി ഒരു യുവത്വം ഉണ്ടാവുക, അതാണ് കുറെ കൂടി നമ്മൾ അത് ശ്രദ്ധിക്കണല്ലോ. നമ്മൾ അത് ഓരോ സന്ദർഭത്തിലും നമ്മൾ പുതിയ തലമുറയെ ഉൾക്കൊള്ളിക്കാനാവും. ജനറേഷൻ ഗ്യാപ്പ് എന്ന സിദ്ധാന്തം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അത് വളരെ വ്യക്തമാണ്. നമുക്ക് നിയതമായ രാഷ്ട്രീയ നിലവാരം എന്നതാണ് ഓരോ ഘടകത്തിൻ്റെയും പ്രത്യേകത. ആ ഘടകത്തിനുണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ നിലവാരമുണ്ട്. അപ്പോഴേ നമുക്ക് പാർട്ടി ഏറ്റെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് വർഗ ബഹുജന സംഘടനകളിലെ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന അനുഭവ സമ്പത്തും ദൈക്ഷണികമായ തരത്തിൽ ആ സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന പാർട്ടി വിദ്യാഭ്യാസത്തിലൂടെ രൂപപ്പെടുത്തുന്ന മികവും കൂടി ചേരുന്നതാണ്. തീർച്ചയായിട്ടും ആ മികവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യന്താപേക്ഷിതമാണ്. അതേസമയം നമുക്ക് പുതിയ ആളുകളെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ല, കോൺഗ്രസ് ഇപ്പൊ വനിതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഇനിയും പ്രാധാന്യം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കേട്ടില്ലേ? നിങ്ങൾക്ക് സൗകര്യത്തിനുള്ള ഒരു വ്യാഖ്യാനം നടത്തി അതാണ് CPIM എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത്. അതിൽ നിങ്ങൾ നല്ല നിപുണനാണ്, ഞാൻ അഭിനന്ദിക്കുകയാണ്. അതേസമയം ഇപ്പോൾ കോൺഗ്രസിൽ സ്ഥിരമായിട്ടൊരു വനിതയല്ലേ അവിടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ വനിതയല്ലേ? പ്രധാനമന്ത്രി വനിതയല്ലോ. അതുകൊണ്ട് പ്രത്യേക മാറ്റം എന്തെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായി, വനിതാ പ്രധാനമന്ത്രി ഉണ്ടായി. നയമെന്തായിരുന്നു? നയമെന്ത് എന്നതില്ലേ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അത് പ്രധാനമാണ്. അതേസമയം ഞാൻ വ്യക്തമാക്കി, സ്ത്രീപക്ഷ സമീപനം വേണം. ആ സ്ത്രീപക്ഷ സമീപനത്തിലേക്ക് കൂടുതൽ നീങ്ങുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. പ്രത്യേക പദവി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയല്ല, അത് പാർട്ടി സമ്മേളനം എടുക്കുന്ന തീരുമാനമാണ്. നമുക്കൊരു പൊതു ഗൈഡ് ലൈനെ വെക്കാൻ പറ്റും.
അല്ല, ടേം നിബന്ധന നമ്മൾ നേരത്തെ നിർബന്ധമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളിലെ ഭാരവാഹികളെ വരുന്ന സെക്രട്ടറിമാർക്കുള്ള ടേം നിബന്ധന നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, 3 ടേം എന്നതാണ്. അതുപോലെ തുടരുകയാണ്. അല്ല, പാർട്ടി എന്നുള്ള നിലയിൽ മികച്ച വിജയമുണ്ടായ തിരഞ്ഞെടുപ്പാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. ആ മുന്നേറ്റം എന്നത് CPIM മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകൾ, ഞങ്ങളുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ മികച്ച ഭരണ നിർവഹണം, UDFൻ്റെ തെറ്റായ രാഷ്ട്രീയ നിലപാടുകളോടുള്ള ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസം, BJPയുടെ നിലപാടുകൾക്കെതിരായ ശക്തമായ ജനരോഷം, ഇതൊക്കെ പ്രകടമായതാണ് ആ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ BJPക്ക് ഒരു MLA ഇല്ലാത്ത പ്രധാന സംസ്ഥാനം കേരളമാണ്. ആ നിലയിൽ അഭിമാനകരമായ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. പാർട്ടി സാധാരണയായിട്ട് ആകെയുള്ള പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പരിമിതി ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുക. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിയാണ്. ആ പരിശോധനകൾ സാധാരണ ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നടക്കുന്നതാണ്. അത് സ്വാഭാവികമായിട്ടും പാർട്ടി പരിശോധിക്കുകയും എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് പാർട്ടിയുടെ രീതിയാണ്. അങ്ങനെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ ഉത്കണ്ഠാകുലരാവണ്ട. അല്ല, നമ്മളൊക്കെ അപ്പോൾ റിലാക്സ്ഡ് ആവണം. ആ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് കുറെ വാർത്ത നിങ്ങൾ കൊടുത്തില്ലേ? അത് വായിച്ച് ആസ്വദിക്കൂ. നിങ്ങളല്ലേ വാർത്തകൾ കൊടുത്തു, മത്സരിച്ച് വാർത്ത കൊടുത്തല്ലോ. പ്രധാന പത്രങ്ങളായിട്ട് അറിയപ്പെടുന്നവർ കുറച്ച് കൂടുതൽ കൊടുത്തു. നിങ്ങൾക്ക് തന്നെ ആ റിപ്പോർട്ട് വായിച്ച് ആസ്വദിക്കാനുള്ള ഒരു അവസരം കിട്ടിയതല്ലേ. പിന്നെ എന്തിനാ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ്? നിങ്ങളല്ലേ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ആകാംക്ഷ അതിൽ? ഞങ്ങളുടെ സംഘടനാ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ രീതി. നൽകിയതെന്നാണ് ആവർത്തിച്ച്. അതിനുശേഷം അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് അത് ഈ പറഞ്ഞ രീതിയിൽ പാർട്ടിക്കകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിരന്തരം കത്ത് നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? റോഡിൽ കുഴിയുണ്ടായത് പാർട്ടിക്കകത്തുള്ള പ്രശ്നമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയാനാ? റോഡിൽ എത്ര കുഴിയുണ്ട് ഇവിടെ? ഈ കുഴിയൊക്കെ പാർട്ടിയിലെ പ്രശ്നമാണെന്ന് ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? എനിക്കെങ്ങനെ മറുപടി പറയാൻ പറ്റും? ഏത് കുഴിയെ കുറിച്ചല്ലേ നിങ്ങളുടെ ചോദ്യം? ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പാണ്. ഒരു 2 ആഴ്ചയോ 1 മാസമായിട്ടായി അല്ലേ? 1 മാസം മുമ്പുണ്ടായ കാര്യം അത്. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ജില്ലാ കമ്മിറ്റി വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഒരേ കാര്യം 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുക? അടുത്ത തവണ ഞാൻ വരുമ്പോൾ വീണ്ടും ചോദിക്കുക എന്നുള്ളത് വേണ്ട. നമുക്ക് അത് ഒഴിവാക്കാം. അല്ല, പാർട്ടി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആ സ്ഥാപനങ്ങളെല്ലാം മികവുള്ള സ്ഥാപനങ്ങളായി വളർന്നത് CPIMൻ്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടാണ്. വെറുതെ ഉണ്ടായതല്ല. ഈ സ്ഥാപനങ്ങൾ അതിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം എന്നത് CPIMലുള്ള വിശ്വാസ്യതയും ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച
CPIM പ്രവർത്തകരും നേതാക്കളും നടത്തിയിട്ടുള്ള വളരെ മികച്ച പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ടാണ്. വിശ്വാസ്യതയാണത്. പാർട്ടിയിലുള്ള വിശ്വാസ്യതയും പാർട്ടി നേതാക്കളുടെ വിശ്വാസ്യതയുമാണ് മികച്ച ഒരു സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല അത്. അതിൽ പാർട്ടിയുടെ വലിയൊരു പങ്കുണ്ട്. പാർട്ടിയിലുള്ള വിശ്വാസമുണ്ട്. പാർട്ടിയുടെ നേതാക്കന്മാരെ കുറിച്ച് അവരതിന് വേണ്ടി നടത്തിയ നല്ല ഒരു ത്യാഗനിർഭരമായ പ്രവർത്തനമുണ്ട്. അതിലൂടെ രൂപപ്പെട്ടു വന്നാണത്. അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജനാധിപത്യവൽക്കരിച്ച സഹകരണ സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിനെ തകർക്കാനുള്ള പരിശ്രമം കേന്ദ്രം നടത്തുന്നുണ്ട്. ഇവിടെ ആ നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെയെങ്കിലും ബലഹീനത കണ്ടാൽ അതിൽ കർശനമായി ഇടപെടുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അതിലും നല്ല ഇടപെടലുകൾ നടത്തി തിരുത്തലുകൾ വരുത്താനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. നമ്മൾ കാണേണ്ടത് സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിലുള്ള വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയുടെ പിന്നിൽ പാർട്ടിക്കുള്ള വിശ്വാസ്യതയുണ്ട്. പാർട്ടി ആ നിലയിൽ നടത്തിയിട്ടുള്ള നമ്മുടെ വളരെ നല്ല പ്രവർത്തനം, കാര്യക്ഷമമായ പ്രവർത്തനം സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് വന്നതിൻ്റെ കൂടി ഭാഗമാണ്. അതിന് തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും ചെറിയ വശമുണ്ടെങ്കിൽ അത് യഥാസമയം തിരുത്തുക എന്നുള്ളത്. ആ നിലയിൽ തന്നെയാണ് CPIM ആ വിഷയം കൈകാര്യം ചെയ്തത്. അല്ല, അത് പിന്നെ ഏതെങ്കിലും ഞാനത് പൊതുവായി പറഞ്ഞു കഴിഞ്ഞു. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യമായ പരിശോധനകളും തിരുത്തലുകളും നടത്തും. പ്രധാനം ആ രംഗത്തുള്ള മികച്ച പ്രവർത്തനത്തിന് തന്നെയാണ്. അതിനെ ഇടിച്ചു കാണിക്കാനാണ് ചിലർ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വലുതാക്കി കാണിക്കും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്തരം പൊതുവെ പാർട്ടി എടുക്കുന്ന ഒരു നിലപാടുണ്ട്. പൊതുവായിട്ട് CPIM നമ്മുടെ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നവർ മാതൃകാപരമായി ആ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത്. കുറവുകൾ വരുത്തുന്നുണ്ട് ആരുടെയും ഭാഗത്തുണ്ടെങ്കിൽ അത് തിരുത്തും. കൂടുതലായിട്ട് നമ്മൾ കാണേണ്ടത് ആ കുറവല്ല. ഇപ്പോൾ നമ്മൾ ഒരു ബാങ്കിലൊരു പെശകുണ്ടായി, അതുകൊണ്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയും അതാണ് കേരളത്തിലാകെ നടക്കുന്നതെന്നും വരുന്നതല്ല ശരി. അത് വസ്തുതയല്ല. അതുകൊണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പാർട്ടി വളരെ ഗൗരവപൂർവ്വം ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുകയും എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തുകയും ചെയ്യുന്നു. ജില്ലാ കമ്മിറ്റി മൂന്നാർ സ്കൂളിനെ സംബന്ധിച്ച് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി അതിന്റെ ചുമതലക്കാരെ നടപടിയെടുത്തു. അല്ല, അങ്ങനെ നടപടി എടുത്തത് പറഞ്ഞത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ പത്രക്കാരായി ഇവിടെ വളർന്നത്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ. ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ടല്ലോ. പറയാൻ തീരുമാനിച്ചത് നിങ്ങളോട് പറയാ എന്നല്ലേ നമ്മൾ ചെയ്യുക. അങ്ങനെയല്ലേ? ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. ഇനി ഒറ്റ ചോദ്യമില്ല. ആ ചോദ്യം ഇനിയില്ല. ആ ചോദ്യം ഇല്ല. ആ ചോദ്യം ഇല്ലാത്ത ചോദ്യം ചോദിക്കാം. കേരളത്തിലെ പാർട്ടിയെ കുറിച്ചല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യാം. അതിൽ ആലപ്പുഴയും വിടുമല്ലോ. അങ്ങനെ കണ്ടാൽ മതി. ഓരോ ലോക്കൽ കമ്മിറ്റിയിൽ എന്താണെന്ന് വെച്ചിട്ടുള്ള ചർച്ചയിലേക്ക് പോയിട്ട് എന്താ കാര്യം നമുക്ക്? കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, പ്രത്യേകിച്ച് ഈ LDF സർക്കാർ ഇരിക്കുമ്പോഴും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത RSS സൈദ്ധാന്തികളുടെയൊക്കെ അവരുടെ പുസ്തകങ്ങളൊക്കെ പഠന വിഷയമാക്കി മാറ്റുന്നത് സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള CPIMന്റെ ഒരു ഔദ്യോഗിക നിലപാട് എന്താണ്? CPIM നിലപാട് ഇന്നലെ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളുടെ ഒരു നിലപാടുണ്ട്. നമ്മളെപ്പോഴും സെക്കുലറിസത്തെ അല്ലേ മുന്നിലേക്ക് വയ്ക്കുക. എപ്പോഴും മത നിരപേക്ഷതയ്ക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരമായാലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പിൽക്കാല ചരിത്രമായാലും അതിൽ മതനിരപേക്ഷ ധാരയുണ്ട്. സമാന്തരമായി തന്നെ പ്രതിലോമ സ്വഭാവമുള്ള വർഗീയ പ്രവർത്തന രീതിയുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഹിന്ദു മഹാസഭ പോലെയുള്ള RSS പോലെയുള്ള തീവ്ര ഹിന്ദുത്വ വർഗീയതയുടെ വക്താക്കളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുക്കാനല്ല അവർ ശ്രമിച്ചത്. അതേസമയം
എല്ലാ വിഭാഗത്തെയും കൂട്ടിയോജിപ്പിച്ച മതേതര ധാരയില്ല. അതിൽ വിഭിന്ന രാഷ്ട്രീയ വീക്ഷണക്കാരുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു, പല ധാരകളാണ്. ഗാന്ധിജി അതിൽ നേതൃത്വപരമായി പങ്കുവച്ചിട്ടുണ്ട്, നെഹ്റു ഉണ്ട്. അപ്പോൾ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമര നേതൃത്വം നമുക്കുണ്ട്. പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഈ അപകടകരമായ തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് മേധാവിത്വം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തീവ്രവർഗീയത ശക്തിപ്പെടുന്നതിനെതിരായിട്ടുള്ള ജാഗ്രത എല്ലാ മേഖലയിലും ഉണ്ടാവും. ആ ജാഗ്രതയിൽ കുറവ് വരുന്ന പെരുമാറ്റം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും പാടില്ല. സർവകലാശാല ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ്, സ്വയംഭരണ അധികാരമുള്ള സ്ഥാപനമാണ് സർവകലാശാല. അവിടെ സർക്കാർ തീരുമാനത്തിനനുസരിച്ചല്ല സർവകലാശാല ഏത് പുസ്തകം പഠിക്കണം, ഏത് പുസ്തകം പഠിക്കണ്ട എന്ന് തീരുമാനമെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആ സർവകലാശാല എടുത്ത തീരുമാനത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ പെശക് കാണാൻ കഴിയും. ആ പെശക് തിരുത്തുകയാണ് സർവകലാശാല ചെയ്യേണ്ടത്. അല്ല, പൊതുവെ നമ്മൾ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, പൊതുവെ നമ്മുടെ സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും എവിടെയും പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കാൻ പാടില്ല പൊതുവെ. അപ്പോൾ ഏത് ഭാഗത്തു നിന്നും ഇവിടെ ഒരു ശ്രമം നടക്കുന്നുണ്ട് വർഗീയമായി ചേരിതിരിക്കുക. അപ്പോൾ വ്യത്യസ്ത മതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓരോ മതത്തിൻ്റെയും പേരിലുള്ള വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തും. ഒരു പ്രസ്താവനയെ മറ്റൊരു വിഭാഗം നടത്തുമ്പോൾ വേറൊരു വിഭാഗം തിരിച്ച്, അങ്ങനെ എനിക്കത് വർഗീയമായ ചേരിതിരിവുകൾ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ നിലപാടതാണ്. വർഗീയമായി സമൂഹത്തെ ചേരിതിരിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ആക്കം പകരുന്ന നിലപാട് ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് CPIഎമ്മിൻ്റെ നിലപാട്. അവസാനിപ്പിക്കാം.